ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുലാൽ തറയിൽ ഗരുഡശില്പം കാലപ്പഴക്കത്താൽ നശിച്ചതിന്റെ ഭാഗമായി പുതിയ വെങ്കല ശില്പം സ്ഥാപിക്കുകയുണ്ടായി. ആ സ്ഥലത്തുണ്ടായിരുന്ന കാലപ്പഴക്കത്താൽ നശിച്ച അവസ്ഥയിൽ ഉണ്ടായ കുചേല ശില്പവും മാറ്റിയിരുന്നു. വെങ്കലത്തിൽ ഗരുഡശില്പം പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയാണ് സമർപ്പിച്ചത്. 6 അടി ഉയരമുള്ള കുചേല ശില്പം ശില്പി ഉണ്ണി കാനായിയാണ് നിർമ്മിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ പൂർത്തിയായ കുചേല ശില്പം 6 അടി ഉയരം കൊണ്ട് കരിങ്കൽ മാതൃകയിൽ സ്റ്റീലും ഫൈബർ മാറ്റും ഉപയോഗിച്ച് കാലങ്ങളോളം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. മഞ്ജുളത്തറയിലെ ഗരുഡശില്പവും ശില്പി ഉണ്ണിക്കാനായി തന്നെയാണ് നിർമ്മിച്ചത്. കുചേല ശില്പത്തിന്റെ പ്രത്യേകത ക്ഷേത്രനടയിൽ ആലിൻ ചുവട്ടിൽ കയ്യിൽ ഓലക്കുടയും വടിയും എടുത്ത് വലതുകൈ ഇടനെഞ്ചിൽ വെച്ച് തോളിൽ തുണിസഞ്ചിയും അരയിൽ അവൽ പൊതിയുമായി ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഭക്തിയോടെ നോക്കുന്ന രീതിയിലാണ് ശില്പം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2 മാസം സമയമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. ശില്പനിർമ്മാണത്തിന് ഉണ്ണി പാവർട്ടിയുടെ നിർദ്ദേശവും സഹായിയായി സുരേഷ് സമ്മാനപ്പാറ, വിനേഷ് കോയിക്കിൽ, ഷജിത്ത് EP, ബാലൻ പാച്ചേനി, രതീഷ് വിറകൻ, അർജുൻ കാനായി എന്നിവരും ഉണ്ടായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേനടയിൽ മഞ്ജുലാൽ തറയിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ കുചേല ശില്പം ഒരുക്കിയിരിക്കുന്നത്. 6 അടി വരെയുള്ള ഈ കുചേല ശില്പം 2 മാസം സമയത്താണ് പൂർത്തിയാക്കിയത്. മഞ്ജുലാൽ തറയിൽ പഴയ സിമന്റിൽ തീർത്ത ഗരുഡ ശില്പം കാലപ്പഴക്കത്താൽ നശിച്ചപ്പോൾ അത് പുതുക്കി വെങ്കലത്തിൽ നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ ആ ആൽത്തറയിലുണ്ടായിരുന്ന കുചേല ശില്പം പഴയ ജീർണിച്ച അവസ്ഥയിലുണ്ടായ കുചേല ശില്പം അവിടെ നിന്ന് നീക്കം ചെയ്ത് അതേ സ്ഥലത്തേക്കാണ് ഈ പുതിയ കുചേല ശില്പം ഒരുക്കുന്നത്. ഭക്തരുടെ നിരന്തര ആവശ്യപ്രകാരം ആണ് ഈ ഒരു ശില്പത്തിന്റെ ഈ നിർമ്മാണം ഈ രീതിയിൽ എത്താൻ സഹായിച്ചത്. ദേവസ്വം ബോർഡും അതുപോലെ വേണു കുന്നുംപള്ളി, പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവായ വേണു കുന്നുംപള്ളിയുടെ സഹായത്തോടെയാണ് ഈ ശില്പം പൂർത്തിയാക്കുന്നത്. അതുപോലെ ഉണ്ണി പാവർട്ടി എന്ന ഒരു സുഹൃത്തും ഇതിൻ്റെ സഹായത്തിന് കൂടെയുണ്ട്.